Waves. In this video, we are going to study formulas of waves. So, Adam A amplitude, lambda wavelength, V wave, nu wave velocity, K wave number, T tension in string, mu mass per unit length, rho density of medium, Y Young's modulus of elasticity, B bulk modulus of elasticity, P pressure, R universal gas constant, T temperature, capital M molar mass, I intensity, omega angular velocity, eta modulus of rigidity. So on the basis of medium, waves can be classified into mechanical waves and non-mechanical waves. Mechanical waves required medium for their propagation. Examples, waves on string or spring. അതായത് മെക്കാനിക്കൽ വേവ്സിനൊരു പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. ഇനി മീഡിയം വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ലൈറ്റ്, റേഡിയോ വേവ്സ്. ഓൺ ദ ബേസിസ് ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സും ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഓഫ് മീഡിയം വൈബ്രേറ്റ് in direction perpendicular to the direction of propagation of waves. Propagation of waves-ന് perpendicular ആണെങ്കിൽ അത് എന്താണ് ട്രാൻസ്വേഴ്സ് വേവും, പാരലൽ ആണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിരിക്കും. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് സ്ട്രിങ് ഇൻ സിത്താറും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ സൗണ്ട് വേവ്സ് ട്രാവൽസ് ടു എയർ. ഓൺ ദ ബേസിസ് ഓഫ് എനർജി പ്രൊപ്പഗേഷൻ ആണെങ്കിൽ പ്രോഗ്രസീവ് വേവും ഉണ്ട്, സ്റ്റേഷനറി വേവും ഉണ്ട്. പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ വി പ്രോപ്പഗേറ്റ് എനർജി ഇൻ മീഡിയം, അതായത് മീഡിയത്തിൽ കൂടെ ഇതാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ സൗണ്ട് വേവ്സ് ആണ് പ്രോഗ്രസീവ് വേവ്സ്. സ്റ്റേഷനറി വേവ് ആണെങ്കിൽ എനർജീനെ വേണ്ട, എനർജി ആവശ്യമില്ല അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അങ്ങനത്തതാണ് വേവ്സ് ഇൻ സ്ട്രിങ്സ്, വേവ്സ് ഇൻ ഓർഗൻ പൈപ്സ് ഒക്കെ. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു ഇതിനെയാണ് നമ്മളൊരു വേവ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. സോ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ളതിനെയാണ് നമ്മൾ ഇത് തൊട്ടിട്ട് ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഡ്യൂറിങ് ടൈം ഇൻ വിച്ച് എനി പാർട്ടിക്കിൾ ഓഫ് മീഡിയം കംപ്ലീറ്റ്സ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണ് ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുന്നതില്ല, അതിന് ആ ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് എടുക്കുന്ന ടൈം ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗുലാർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് ഇൻ ഡിസ്റ്റൻസ് 2π, അത് 2π ആയിരിക്കും. പിന്നെ വേവ് വെലോസിറ്റി v പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഡിസ്റ്റർബൻസ് ഇൻ വൺ പീരീഡ്. വൺ ടൈം പീരീഡിൽ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്താ പറയുക, വേവ് വെലോസിറ്റി. ടൈം പീരീഡ് എന്താ അറിയില്ലേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എത്ര ടൈം എടുക്കുന്നുണ്ട് അതിന് ടൈം പീരീഡ് എന്ന് പറയും. ഓക്കെ, ഇനി വേവ് വെലോസിറ്റി വിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫ് ലാംഡ അല്ലെങ്കിൽ ന്യൂ ലാംഡ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഫ്രീക്വൻസിയാണ്, അപ്പോൾ എഫ് ലാംഡ എന്ന് പറയാം, അല്ലെങ്കിൽ ലാംഡ ബൈ ടി എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/, ടൈം പീരീഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ലാംഡ ബൈ ടി ചെയ്യാം, ദാറ്റ് ഇസ് ഒമേഗ ബൈ കെ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് വേവ് 2π² ന്യൂ സ്ക്വയർ എ സ്ക്വയർ റോ വി ആണ്. ഇത് എഫ് സ്ക്വയർ എന്ന് കൊടുക്കുന്നത് ന്യൂവും വിയും മാറിപ്പോണ്ടിരിക്കാനാണ് കേട്ടോ. എഫ് ഫ്രീക്വൻസിയാണ്. എനർജി ഡെൻസിറ്റി 2π² f² a² റോ വി ബൈ ക്യാപിറ്റൽ വി ആയിരിക്കും. അതായത് ഇൻറ്റൻസിറ്റി ബൈ വെലോസിറ്റിയാണ് എനർജി ഡെൻസിറ്റി. ഇനി വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. എന്താ? ന്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഈറ്റ ബൈ റോ. വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് വി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് മീഡിയം ബൈ ഡെൻസിറ്റി ഓഫ് മീഡിയം ആയിരിക്കും. ആൻഡ് ഇ ബൈ റോ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വൈ ബൈ റോ എന്നും കൊടുക്കാം. ഇ അല്ലെങ്കിൽ വൈ ബൈ, ഇപ്പോൾ സോളിഡ്സ് ആണെങ്കിൽ നമുക്ക് യങ്സ് മോഡുലസ് ആയിട്ട് വൈ കൊടുക്കാം. ഇനി ലിക്വിഡോ ഗ്യാസ് ആണെങ്കിൽ റൂട്ട് ഓഫ് ബി ബൈ റോ, അതായത് ബൾക്ക് മോഡുലസ് ബൈ റോ കൊടുക്കാം. ഓക്കെ,
ന്യൂട്ടൺസ് ഫോർമുല V is equal to P by rho, root of P by rho ആയിരിക്കും. P പ്രഷർ. ഇനി ലാപ്ലേസ് കറക്ഷൻ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. V is equal to root of Yp by rho അല്ലെങ്കിൽ root of YRT by M എന്ന് കൊടുക്കാം. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ, M മോളാർ മാസ്. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സ് y is equal to a sin omega t. ഇത് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. y is equal to a sin omega t പ്ലസ് ഓർ മൈനസ് കെ എക്സ് പ്ലസ് ഓർ മൈനസ് 5 പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അധികവും ഇനീഷ്യൽ ഫേസ് 0 ആയിരിക്കും, അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒമേഗ വേവ് നമ്പർ ആണ് ആൻഡ് എ ആംപ്ലിറ്റ്യൂഡാണ്. വേരിയസ് ഫോംസ്. അപ്പോൾ നമുക്ക് വൈന് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എസ്, അതായത് 5 0 ആകുമ്പോൾ ഇതായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. കേബിനെ നമുക്ക് 2π ബൈ ലാംഡ എന്ന് കൊടുക്കാം. അപ്പോൾ എ സൈൻ ഒമേഗ ടി മൈനസ് 2π ബൈ ലാംഡ എക്സ് കൊടുക്കാം. ഓർ ഒമേഗ നമുക്ക് 2π ബൈ ടി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to a sin 2π ബൈ ടി ഇൻറ്റു ടി മൈനസ് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് കൊടുക്കാം. ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം. y is equal to a sin 2π t by t minus x by lambda. ഓക്കെ. പാർട്ടിക്കിൾ വെലോസിറ്റി വി പി എന്ന് പറയുന്നത് മൈനസ് വി ഇൻറ്റു സ്ലോപ്പ് ഓഫ് ദ വേവ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആയിരിക്കും. അതായത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കിട്ടിയ വെലോസിറ്റി, അതായത് നെഗറ്റീവ് ഓഫ് ദാറ്റ് വെലോസിറ്റി ഇൻറ്റു വേവ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആണ്. ഇനി ഇൻ്റർഫറൻസ് ഓഫ് സൗണ്ട് വേവ്സ് ആണ്. When two waves of some same frequency or same velocity move in same direction. അതായത് ഇങ്ങനൊരു വേവും അതുപോലെ തന്നെ വേറൊരു വേവും കൂടി വരികയാണ്. രണ്ട് വേവ് ഇങ്ങനെ വരികയാണ്. ഒരേ ഫ്രീക്വൻസിയും ഒരേ വെലോസിറ്റി ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? y1 a1 സൈൻ ഒമേഗ ടിയും y2 a2 സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണെങ്കിൽ അവർ ആഫ്റ്റർ സൂപ്പർ ഇമ്പോസിഷൻ അവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a1 സ്ക്വയർ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2 a1 a2 കോസ് 5 ആയിരിക്കും. ആൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് i1 പ്ലസ് i2 പ്ലസ് 2 റൂട്ട് i1 i2 കോസ് 5 ആയിരിക്കും. ഇനി കൺസ്ട്രക്റ്റീവ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആണ്. ഇപ്പം രണ്ടാളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് രണ്ടുവിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫേസ് ഡിഫറൻസ് 5 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2nπ അല്ലെങ്കിൽ 2π എന്ന് കൊടുക്കാം. പാത്ത് ഡിഫറൻസ് n ലാംഡ ആയിരിക്കും. ഇവിടുത്തെ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് ഡിഫറൻസ് 2π എന്നും പാത്ത് ഡിഫറൻസ് n ലാംഡ ആയിരിക്കും. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a1 പ്ലസ് a2 ആയിരിക്കും. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി i1 പ്ലസ് i2 പ്ലസ് 2 റൂട്ട് i1 i2 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇക്വേഷനും കൊടുക്കാം. ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ രണ്ടും രണ്ട് ഡയറക്ഷനിൽ കൂടാണ് വരുന്നത്. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഫേസ് ഡിഫറൻസ് 180 ആണെങ്കിൽ എന്തായിരിക്കും? 2n-1 π ആയിരിക്കും. n എന്ന് പറയുന്നത് 1 2 3 ആയിട്ട് കൊടുക്കാം. അവിടുത്തെ പാത്ത് ഡിഫറൻസ് 2n-1 ലാംഡ ബൈ 2 ആയിരിക്കും. ഓക്കെ, ഈ കൺസ്ട്രക്റ്റീവിൻ്റെയും ഡിസ്ട്രക്റ്റീവിൻ്റെയും പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a1 മൈനസ് a2 ആയിരിക്കും. ഇൻറ്റൻസിറ്റി i1 പ്ലസ് i2 മൈനസ് 2 റൂട്ട് i1 i2 ആയിരിക്കും. ഓർ റൂട്ട് ഓഫ് i1 മൈനസ് റൂട്ട് ഓഫ് i2 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇനി സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷനാണ് y is equal to 2a sin kx cos omega t. 2a sin kx cos omega t ആയിരിക്കും. നോഡ് എന്ന് പറയുന്നത് ദ പോയിൻറ്റ് വേർ ആംപ്ലിറ്റ്യൂഡ് ഇസ് മിനിമം. സോ കാണിച്ചു തരാം. ഇതാണ് നോഡ് എന്ന് പറയുന്നത്. ഇതാണ് നോഡ്. ഈ നോഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും മിനിമം ആയിട്ടുള്ള പോയിൻറ്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ഈ സെൻറ്ററിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഇവിടെ ആൻറ്റിനോഡായിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോഡ്സ്, അതായത് ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലോടുള്ള ഡിസ്റ്റൻസ് π/2 λ/2 ആയിരിക്കും. ആൻറ്റിനോഡ് എന്ന് പറയുന്നത് ഇവിടാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള സ്ഥലം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആൻറ്റിനോഡ്സും λ/2 ആയിരിക്കും. ഓക്കെ, സ്റ്റെൻഡിങ് വേവ്സ് ക്യാൻ സ്ട്രിങ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ന്യൂ ബൈ ലാംഡ 1/λ ഇസ് ഈക്വൽ ടു √T/μ ആയിരിക്കും. ഇനി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ഹാർമോണിക് മോഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു നോഡാണ് കണ്ടോ, ഒരു നോഡാണെങ്കിൽ ഇത് എന്തായിരിക്കും ലെങ്ത്ത് എന്ന് പറയുന്നത് λ/2 അല്ലേ. രണ്ട് നോഡ് തമ്മിലുള്ള ഡിഫറൻസ് λ/2 അല്ലേ. അപ്പോൾ L നമുക്ക് λ/2 കൊടുക്കാം. N1 ഫ്രീക്വൻസി നമുക്ക് എന്താണെന്നറിയാം, 1/λ ഇൻറ്റു √T/μ ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം, 1/2L ഇൻറ്റു √T/μ. ലാംഡ എന്ന് പറയുന്നത് എന്താണ്, 2L ആണ്. ഈ ഇക്വേഷന് ലാംഡ 2L എന്ന് കൊടുത്തൂടെ. ഇനി സെക്കൻഡ് ഹാർമോണിക് ആകുമ്പം, അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്കും ഫസ്റ്റ് ഓവർടോണാണ്. അപ്പോൾ സെക്കൻഡ് ഹാർമോണിക് ആകുമ്പോൾ അവിടെ എത്ര നോഡുണ്ട്, 1 2 3 നോഡ്സ് ഉണ്ട്. 3 നോഡ്സ് ഉണ്ട്. അപ്പോൾ L എന്തായിരിക്കും, ലാംഡ ആയിരിക്കും. ഇക്വേഷൻ എന്താവും, 1/L ഇൻറ്റു √T/μ. അതിന് 2N2 റെപ്രസെൻറ്റ് ചെയ്യാം. 3 ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ ആണെങ്കിൽ എത്ര നോട്ട്സ് ഉണ്ട്, 1 2 3 4 ഉണ്ട്. അവിടെ L എന്ന് പറയുന്നത് 3λ/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും, ഫ്രീക്വൻസി 3/2L √T/μ എങ്കിൽ 3N1 കിട്ടും. സ്റ്റാൻഡിങ് വേവ് ഇൻ ഓർഗൻ പൈപ്പിലാണെങ്കിൽ, ഓർഗൻ പൈപ്പ് നമ്മളുടെ ഫ്ലൂട്ടൊക്കെ പോലത്തെ അങ്ങനത്തെ ഓർഗൻ പൈപ്പിലാണെങ്കിൽ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്, ഫ്ലൂട്ടല്ല, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. ഒരു സൈഡ് ക്ലോസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് V/4L ആണ്. അതാണ് ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ഹാർമോണിക്. അത് L എന്ന് പറയുന്നത് λ/4 ആയിരിക്കും. അപ്പം എന്താണ്, ഫ്രീക്വൻസി V/4L ആയിരിക്കും. തേർഡ് ഹാർമോണിക് ഇവിടെ ഓഡ് നമ്പറിലാണ് വരിക. അതായത് ഇവിടെ ഓഡ് നമ്പറിലാണ് വരിക. തേർഡ് ഹാർമോണിക്കാണ് ഫസ്റ്റ് ഓവർടോണും തേർഡ് ഹാർമോണിക്കും ആണെങ്കിൽ 3V/4L ആയിരിക്കും. കാരണം ഇവിടുത്തെ ലെങ്ത്ത് 3λ/4 ആയിരിക്കും. ഫിഫ്ത്ത് ഹാർമോണിക്കും സെക്കൻഡ് ഓവർടോണും, ഇത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാട്ടോ. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ ഫ്രീക്വൻസി 5V/4L ആയിരിക്കും. ഇനി ഓപ്പൺ ഓർഗൻ പൈപ്പാണെങ്കിൽ, ഇപ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ആണ്, ഫ്ലൂട്ടൊക്കെ പോലെ ആണെങ്കിൽ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2L ആയിരിക്കും. അത് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇനി ഇപ്പോൾ സെക്കൻഡ് ഹാർമോണിക് ആകുമ്പോൾ രണ്ട് നോഡ്സിൻ്റെ എണ്ണം നോക്കണം കേട്ടോ. ഇവിടെ ഒരു നോഡേ ഉള്ളൂ ഫസ്റ്റ് ഹാർമോണിക് ഓപ്പൺ ഓർഗൻ പൈപ്പിന്. ക്ലോസ്ഡിന് എന്താ പറയുക, ക്ലോസ്ഡിന് ഒരു നോഡേ ഉള്ളൂ. തേർഡ് ഹാർമോണിക്കിന് 2 നോഡ്, ഫിഫ്ത്ത് ഹാർമോണിക്കിന് 3 നോഡ്, അങ്ങനെ. അപ്പോൾ ഓപ്പൺ ഓർഗൻ പൈപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്കിന് ഫ്രീക്വൻസി V/2L ആയിരിക്കും. L എന്ന് പറയുന്നത് λ/2 ആയിരിക്കും. സെക്കൻഡ് ഹാർമോണിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ആണെങ്കിൽ 2V/2L അല്ലെങ്കിൽ V/L എന്ന് കൊടുക്കാം. ഇനി ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ് ഉണ്ട് അതിനെയാണ് ബീറ്റ്സ് ഫ്രീക്വൻസി പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ഓഫ് 2 സോഴ്സ്. രണ്ട് സോഴ്സിൻ്റെ ഫ്രീക്വൻസിയിലെ ഡിഫറൻസ് ആയിരിക്കും. N1 - N2 ആയിരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡോപ്ലർ എഫക്റ്റ്. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി പ്ലസ് ഓർ മൈനസ്, അതായത് വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ, പറഞ്ഞുതരാം. V0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. S എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. അപ്പം അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെലോസിറ്റി പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് ആക്ച്വൽ. ചൂസ് പ്ലസ് ഓർ മൈനസ് സൈൻ ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് പ്ലസും മൈനസും കൊടുക്കണം. പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് MCQ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് നീറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഓക്കെ.